ഒരു ചതുരപ്പെട്ടിയാണ്. അത് അമേരിക്കൻ പ്രസിഡന്റിനോടൊപ്പം എപ്പോഴും കാണുന്നതാണ്. ഏത് യാത്രയിലും വിദേശയാത്രയിലും എല്ലാം തന്നെ അത് കാണും. അതിനകത്ത് രേഖകളാണ്. ആണവ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച പ്രോട്ടോക്കോളുകളും രേഖകളും കമാൻഡ് സ്ട്രക്ചറും കോഡുകളും എല്ലാം അടങ്ങിയ ചില പുസ്തകങ്ങളുണ്ട്. അതുകൊണ്ട് എപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ആണവ ബട്ടണിൽ കൈ പ്രസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റിന് ഒരു രാത്രി ഉറക്കമുണർന്നു വരുമ്പോൾ എന്നാൽ പിന്നെ ആണവ ആയുധം അങ്ങോട്ട് ഉപയോഗിച്ചു കളയാം, ഇറാനെ അങ്ങ് ഫിനിഷ് ചെയ്ത് കളയാം, ഒബ്ലിറ്ററേറ്റ് ചെയ്യാം, ട്രംപിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങ് ഒബ്ലിറ്ററേറ്റ് ചെയ്ത് കളയാം എന്ന് പറഞ്ഞാൽ അതങ്ങനെ സാധിക്കില്ല. 10ാമത്തെ ആണവശക്തിയായി വരാൻ സാധ്യതയുള്ള ഇറാന്റെ ആണവ പദ്ധതിയെ പരമാവധി നശിപ്പിക്കുക, അല്ലെങ്കിൽ പിന്നാക്കം പായിക്കുക. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവ ബോംബുകൾ ഉപയോഗിച്ചതിൻ്റെ ഭീകരത ലോകം കണ്ടതാണ്. ഇനി ഒരിക്കലും അവ ഉപയോഗിക്കില്ല എന്ന് മനുഷ്യർ പ്രതിജ്ഞയെടുത്തതുമാണ്. പക്ഷേ അമേരിക്ക ഇറാനെതിരെ ആണവായുധം പ്രയോഗിക്കാനൊരുങ്ങുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മുൻ അമേരിക്കൻ കോൺഗ്രസ് അംഗം മാർജോറി ടൈലർ ഗ്രീൻ. ഇറാനെതിരെ ആണവായുധം പ്രയോഗിക്കാൻ വൈറ്റ് ഹൗസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തന്ത്രപ്രധാനമായ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് അവർ വെളിപ്പെടുത്തിയത്. ഡോക്ടർ മോഹൻ വർഗീസ്, അമേരിക്കയും ഇറാനും തമ്മിൽ മാസങ്ങളായുള്ള സംഘർഷവും നയതന്ത്ര ചർച്ചകൾ മുടങ്ങിക്കിടക്കുന്നതും തുടരുന്നതിനിടയിലാണ് ഗ്രീനിൻ്റെ പുതിയ പ്രസ്താവനകൾ പുറത്തുവരുന്നത്. ഗ്രീനിൻ്റെ ഈ ആരോപണങ്ങളിൽ വൈറ്റ് ഹൗസോ US ഗവൺമെൻറ്റോ പ്രതിരോധ വകുപ്പോ പ്രതികരിച്ചിട്ടില്ല. ഇനി വിദേശത്തെ യുദ്ധങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ ട്രംപ് ലോകത്തെയാകെ യുദ്ധത്തിലേക്കും സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും നയിച്ചയാളാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് ഇനിയൊരു മണ്ടത്തരം കാട്ടുമോ? മാർജറി ടൈലർ ഗ്രീൻ ഈ വനിതയാണ് ഇങ്ങനെയൊരു സിദ്ധാന്തം എന്ന് എനിക്ക് പറയാനാവൂ. സ്ഥിരീകരിക്കത്തക്ക തെളിവുകളൊന്നും തന്നെയില്ല. അമേരിക്ക ഒരുപക്ഷെ യുദ്ധവിജയത്തിന് വേണ്ടി ഇറാനിൽ ആണവ ആയുധങ്ങളുടെ പ്രയോഗം നടത്തിയേക്കാം എന്ന് പറയുന്നു. ഇതിനൊരു സ്ഥിരീകരണങ്ങളൊന്നും തന്നെയില്ല. നമ്മൾ ആകപ്പാടെ ആണവ ആയുധങ്ങൾ ചരിത്രത്തിൽ ഉപയോഗിച്ച് കണ്ടത് രണ്ട് പ്രാവശ്യമാണ്. അത് ഉപയോഗിച്ചത് അമേരിക്കയാണ്. ഉപയോഗിക്കപ്പെട്ടത് ജപ്പാൻ എന്നൊരു രാജ്യത്തിന് നേരെയാണ്. അത് ഓഗസ്റ്റ് മാസമാണ്, 81 വർഷം മുൻപ്. 1945 രണ്ടാം ലോകമഹായുദ്ധം അവസാനിക്കുന്നത് ഒരുപക്ഷെ ഈ ആണവ ആയുധ പ്രയോഗം കൊണ്ടാണ്. ലിറ്റിൽ ബോയ് ആൻഡ് ഫാറ്റ് മാൻ 2 ബോംബുകൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഓഗസ്റ്റ് 6-നും 9-നും. ഇതാണ് ഓഗസ്റ്റ് മാസം ഭീതിപ്പെടുത്തുന്ന ഓർമ്മകളാണ് ആണവ വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതുണ്ടാക്കിയ ലോകത്ത് ആകമാനം ഉണ്ടാക്കിയ ഒരു ഫിയർ സൈക്കോസിസ് ഉണ്ട്. അത് ഇന്നും തുടരുന്നു. കാരണം ആണവ ആയുധ പ്രയോഗം ഒരുപക്ഷെ യുദ്ധ വിജയത്തിന് കാരണമായേക്കാം എങ്കിലും അതുകൊണ്ടുണ്ടാകുന്ന വിശ്വാസ തകർച്ച, ഇപ്പം മാനവരാശിയോട് ചെയ്യുന്ന, സാധാരണ ജനങ്ങളോട് ചെയ്യുന്ന കൊടും ക്രൂരത ഒന്നും പറയാൻ വയ്യാത്ത. ഭടന്മാർക്കെതിരെ അല്ല, സൈന്യത്തിനെതിരെ അല്ലല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും വളരെ കുറച്ച് പട്ടാളക്കാർ മാത്രമല്ലേ, ജാപ്പനീസ് സോൾജേഴ്സ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ ജനങ്ങളാണ്, ലക്ഷക്കണക്കിന് പേരാണ് റേഡിയേഷൻ കാരണം ജീവശവങ്ങളായി ഇന്നും തുടരുന്നത്. അതുകൊണ്ട് ആണവ വിപത്തെന്ന് പറയുന്നത് മാനവരാശി അംഗീകരിച്ചിട്ടുള്ള ഒന്നാണ്, അക്നോളജ് ചെയ്തിട്ടുള്ള ഒന്നാണ്. ഏറ്റവും അധികം ആണവ വിപത്തിനെക്കുറിച്ച് പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന രാജ്യത്തിൻ്റെ പേരും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ അമേരിക്കൻ ഡിസിഷൻ മേക്കിംഗ് സ്ട്രക്ചറിൽ പ്രസിഡൻറ്റിൻ്റെ പ്രൊറോഗറ്റീവാണ് ആണവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള അൾട്ടിമേറ്റ് കമാൻഡ് നൽകുക. നമുക്കതൊന്ന് പരിശോധിക്കാം. എങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് ഒരു ഫുട്ബോളും പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഉരുണ്ട ഒരു ഫുട്ബോളല്ല, അലങ്കാരികമായി പറയുന്നതാണ്, ഒരു ചതുരപ്പെട്ടിയാണ്. അത് അമേരിക്കൻ പ്രസിഡന്റിനോടൊപ്പം എപ്പോഴും കാണുന്നതാണ്. ഏത് യാത്രയിലും വിദേശയാത്രയിലും എല്ലാം തന്നെ അത് കാണും. അതിനകത്ത് രേഖകളാണ്. ആണവ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച പ്രോട്ടോക്കോളുകളും രേഖകളും കമാൻഡ് സ്ട്രക്ചറും കോഡുകളും എല്ലാം അടങ്ങിയ ചില പുസ്തകങ്ങളുണ്ട്. ബ്ലാക്ക് നോട്ട് ബുക്കുണ്ട്, അതുപോലെ മറ്റു ചില രേഖകളുണ്ട്. ഇതെല്ലാം അടങ്ങുന്ന ഒരു പെട്ടിയും പിടിച്ചുകൊണ്ടാണ് ഒന്നുകിൽ കരസേനയിലെ അല്ലെങ്കിൽ നാവികസേനയിലെ വ്യോമസേനയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പ്രസിഡന്റിനോടൊപ്പം നിഴൽ പോലെ എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് എപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ആണവ ബട്ടണിൽ കൈ പ്രസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. എപ്പോൾ അത് പ്രസ് ചെയ്യണം, എപ്പോൾ ആ കൈ വെച്ചിരിക്കുന്ന കൈ പ്രസ് ചെയ്യണം, ഇത് തീരുമാനിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റാണ്. അപ്പോൾ അതാണ് ഒരു കാര്യം. 2, ഒരു ബിസ്ക്കറ്റ് കയ്യിലുണ്ടാവും. ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ കഴിക്കാവുന്ന ബിസ്ക്കറ്റ് അല്ല, ഒരു ചെറിയ
ഒരു നോട്ട് പുസ്തകമാണ്. അപ്പോൾ അതൊരു നോട്ട് പുസ്തകം പോലെ ഇരിക്കുന്ന പ്ലാസ്റ്റിക് കാർഡാണ്. അതിൽ എൻക്രിപ്റ്റഡ് ആണ് ഈ സാധനങ്ങൾ. ഇതൊരു കമാൻഡ് സ്ട്രക്ചറിൻ്റെ ഭാഗമായി വരുന്നതാണ്. ഇത് സേനകൾ ഇത് ലോഞ്ച് ചെയ്യണമെങ്കിൽ സേനകളാണല്ലോ ലോഞ്ച് ചെയ്യേണ്ടത്. അമേരിക്കയ്ക്ക് ട്രയാഡ് സിസ്റ്റം ഉണ്ട്, ഇന്ത്യക്കും അതുണ്ട്. അതായത് അമേരിക്കയുടെ കരഭൂമിയിൽ നിന്നും തൊടുത്തുവിടാവുന്ന ആണവ പോർമുനകൾ വഹിക്കുന്ന മിസൈലുകൾ, അത് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളിൽ ആണവ പോർമുനകൾ ഘടിപ്പിക്കാൻ കഴിയും. അതൊന്ന്. രണ്ട്, ഈ ആകാശങ്ങളിൽ നിന്നുകൊണ്ട് വരുന്ന B-2 സ്റ്റെൽത്ത് ബോംബേഴ്സ്, സ്പിരിറ്റ് എന്ന് കൂടി വിളിക്കുന്ന B-2 ബോംബേഴ്സ് ആണവ പോർമുന വഹിക്കാൻ കഴിയുന്ന ബോംബർ വിമാനങ്ങളാണ്. അതിനൊന്നും തകർക്കാനാവാത്ത ഇറാൻ്റെ ആണവ നിലയങ്ങളിലൊക്കെ ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ ഉപയോഗിച്ചത് B-2 ബോംബേഴ്സാണ്. അപ്പോൾ അത് ഉപയോഗിക്കാൻ B-52 ബോംബേഴ്സ്, അത് അമേരിക്കയുടെ വിഖ്യാതമായ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന വിമാനമാണ്, യുദ്ധവിമാനമാണ് B-52 ബോംബേഴ്സ്. ഇതൊക്കെ ആണവ പോർമുനകൾ വഹിക്കാൻ കഴിയുന്ന വിമാനങ്ങളാണ്. അപ്പം ഏറിയൽ പറ്റും. അതേസമയം അന്തർവാഹിനികളിൽ നിന്നാണ്, കാരണം കുറച്ചുകൂടി സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് വാട്ടേഴ്സിൽ പ്രവേശിക്കാൻ ആരും കാണാതെ, ലൊക്കേഷൻ മനസ്സിലാക്കാതെ പ്രവേശിക്കാൻ കഴിയുന്നത് ന്യൂക്ലിയർ പവേർഡ് സബ്മറീൻസാണ്. അത് വലിയ തോതിൽ തന്നെ ആയുധങ്ങൾ വിന്യസിക്കാൻ ഈ സബ്മറീൻസിൽ നിന്നും കഴിയും. പേർഷ്യൻ ഗൾഫ് മേഖലയുടെ തൊട്ടുപുറത്ത്, അല്ലെങ്കിൽ അറബിക്കടൽ മേഖലയിൽ, അല്ലെങ്കിൽ ഒമാൻ ഉൾക്കടലിൽ നിന്നുകൊണ്ട് സബ്മറീന് ഇറാന് നേരെ ആണവ ആയുധങ്ങൾ തൊടുക്കാൻ, ആണവ മിസൈലുകൾ തൊടുക്കാൻ കഴിയും എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് ഒഹായോ ക്ലാസ് സബ്മറീൻസ്, മിസൈൽ കേപ്പബിലിറ്റി ഉള്ള സബ്മറീൻസാണ്. ഇതെല്ലാം തന്നെ അമേരിക്ക ഉണ്ട്. സാങ്കേതികമായി നോക്കുമ്പോൾ ഏതാണ്ട് 5200ഓളം ആണവ പോർമുനകൾ അമേരിക്കയ്ക്ക് ഉണ്ട്. വിവിധ ഈൽഡുള്ള, വിവിധ രീതിയിൽ ഉപയോഗിക്കാവുന്ന പോർമുനകളാണ്. ചിലതൊക്കെ റീപ്ലെനിഷ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ആക്റ്റീവായ ഏതാണ്ട് 1700ഓളം ആണവ ആയുധങ്ങൾ, ആണവ പോർമുനകൾ അമേരിക്കയുടെ കൈവശമുണ്ട്. അത്രയൊന്നും വേണ്ടല്ലോ ഇറാൻ എന്ന രാജ്യത്തെ പൂർണ്ണമായി ഭസ്മമാക്കാൻ, അത്രയൊന്നും വേണ്ടല്ലോ. ഇതൊരു തീരുമാനത്തിൻ്റെ വിഷയമാണ്. ഇത് അമേരിക്കൻ പ്രസിഡന്റ് മാത്രമായി എടുക്കാവുന്ന തീരുമാനമാണോ എന്നതാണ് ഒരു ചോദ്യം. അല്ലേ അല്ല. അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റിന് ഒരു രാത്രി ഉറക്കമുണർന്നു വരുമ്പോൾ എന്നാൽ പിന്നെ ആണവ ആയുധം അങ്ങോട്ട് ഉപയോഗിച്ചു കളയാം, ഇറാനെ അങ്ങ് ഫിനിഷ് ചെയ്ത് കളയാം, ഒബ്ലിറ്ററേറ്റ് ചെയ്യാം, ട്രംപിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങ് ഒബ്ലിറ്ററേറ്റ് ചെയ്ത് കളയാം എന്ന് പറഞ്ഞാൽ അതങ്ങനെ സാധിക്കില്ല. ഇതിനകത്തൊരു വിശദമായ കൂടിയാലോചനകൾ നടക്കേണ്ടതുണ്ട്. ഒരു എക്സിക്യൂട്ടീവ് ഡിസിഷനാണ്, അത് ആത്യന്തികമായി ചെയ്യേണ്ട പ്രസിഡന്റാണ്. പ്രസിഡന്റ് ഉത്തരവ് കൊടുത്തെങ്കിൽ മാത്രമേ ഈ സൈന്യങ്ങൾക്ക് ഇത് ഇൻവോക്ക് ചെയ്യാനാവൂ. അവർ കൗണ്ടർ ചെക്ക് ചെയ്യും. ഈ പറയുന്ന ബിസ്ക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു കോഡഡ് കാര്യം, അതിനെ ഡീകോഡ് ചെയ്തെടുക്കണം. അപ്പോൾ കമാൻഡ് കൊടുക്കുകയും അവരത് അനുസരിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയും സബ്സിക്വൻറ്റ് കമാൻഡിലൂടെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ആണവ മിസൈലുകൾ പറന്നു പൊങ്ങൂ. അതുകൊണ്ട് എല്ലാ സുരക്ഷയുമുണ്ട്. അമേരിക്ക എല്ലാ സുരക്ഷിതത്വവും എടുത്തുകൊണ്ട് തന്നെയാണ്, അല്ലാതെ അങ്ങനെ ചുമ്മാ വെറുതെ ഒരു ഉറക്കമുണർന്ന് ചെയ്യാവുന്നൊരു പണിയല്ല ആണവായുധം പ്രയോഗിക്കുക. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ചില കൂടിയാലോചനകൾ നടന്നു, എക്സിക്യൂട്ടീവ് തലത്തിൽ നടന്നു. ട്രംപിൻ്റെ അടുത്ത അനുചരന്മാരുമായി വേണ്ടി വന്നാൽ ആണവായുധം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ആലോചനകൾ നടന്നു എന്നാണ് മാർജറി ടൈലർ ഗ്രീൻ പറഞ്ഞിരിക്കുന്നത്. അത് അവർക്ക് എവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടി എന്നത് അജ്ഞാതമാണ്. അവർ പക്ഷേ അങ്ങനെ പറയുന്നുവെങ്കിൽ, ഒരു കോൺഗ്രസ് വുമൺ ആയിരുന്നു, കോൺഗ്രസ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലെ ഒരു മെമ്പറായിരുന്നു. അപ്പോൾ ഇപ്പോൾ റെസ്പോൺസിബിൾ ഒരു സിറ്റിസൺ എന്ന നിലയിൽ അവർ പറയുന്നതിനെ നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട്. പക്ഷേ അതിൻ്റെ പോസിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്ട്രിക്റ്റായ ആണവ പ്രോട്ടോക്കോൾസിലാണ് ലോകം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് നിഷ്പ്രയാസം ആണവായുധം ഉപയോഗിക്കാൻ കഴിയും. ആണവായുധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ ഇറാന് പ്രതിരോധമില്ല. ആണവരാജ്യമല്ലാത്ത ഒരു രാജ്യത്തിനും പ്രതിരോധമില്ല. പക്ഷേ ഉപയോഗിച്ചാൽ അത് മാനവരാശിയോട് കാട്ടുന്ന വലിയ വഞ്ചനയായിരിക്കും. ഒരു രീതിയിലും അമേരിക്കയെ പിന്നെ മറ്റ് രാജ്യങ്ങൾ അനുസരിക്കില്ല. അതുമാത്രമല്ല, എന്തു വിധേനയും തങ്ങൾക്കും ആണവായുധങ്ങൾ ഉണ്ടാക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് സകല രാജ്യങ്ങളും, തീരെ ചെറിയ രാജ്യങ്ങളെ ഒഴിവാക്കി ഒരു മീഡിയം പവേഴ്സ് എല്ലാം തന്നെ, അതിൽ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടും, ഇസ്ലാമിക് രാജ്യങ്ങൾ ഉൾപ്പെടും, ഇതെല്ലാം തന്നെ ശ്രമിക്കും. ഇപ്പോൾ നിലവിൽ 9 രാജ്യങ്ങൾ, 10 രാജ്യങ്ങൾക്ക് മാത്രമാണ് നിലവിൽ, 9 രാജ്യങ്ങൾക്കാണ് നിലവിൽ ഒരു സ്റ്റേറ്റസ് ഉള്ളത്. അതിൽ തന്നെ 4-5 എണ്ണമേ ഉള്ളൂ ഡിക്ലെയർഡ് ന്യൂക്ലിയർ പവേഴ്സ്. P5-ലുള്ള 5 രാജ്യങ്ങളും ഡിക്ലെയർഡ് ന്യൂക്ലിയർ പവേഴ്സാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, റഷ്യ, ചൈന, യുണൈറ്റഡ് കിങ്ഡം ആൻഡ് ഫ്രാൻസ്, ഇത്രയും മാത്രമാണ് ഡിക്ലെയർഡ്. അതേസമയം ഇസ്രയേലിന് 1950കളുടെ മധ്യം മുതൽ ആണവായുധങ്ങളുണ്ട്. ഡിമോണ പ്ലാന്റ് ഹൈപ്പർ ആക്റ്റീവായി പ്രവർത്തിക്കുന്നു. ഒരു 10-27 ആണവായുധങ്ങൾ, പോർമുനകൾ
ഇസ്രയേലുണ്ട് എന്ന രീതിയിലാണ് സംസാരം. ചില എസ്റ്റിമേറ്റുകളിൽ ഏതാണ്ട് 120ഓളം ആണവ പോർമുനകൾ ഇസ്രായേലിനുണ്ട്. അത് മതിയാകും അറബ് രാജ്യങ്ങൾക്കെതിരെയുള്ള ഡിറ്ററൻസിന്, അത് മതിയാകും. അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കാതിരിക്കുന്നത് ഈ പോർമുനകൾ ഉള്ളത് കൊണ്ടാണ് എന്നതാണ് ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റിയുടെ പ്രധാനപ്പെട്ട പാരഡൈം. പക്ഷേ ഇസ്രായേൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല തങ്ങൾക്ക് ആണവായുധങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അതൊരു അലിഖിതമായ തത്വമാണ്, അത് വാസ്തവമാണ്. പിന്നെ നോർത്ത് കൊറിയയ്ക്ക് ആണവായുധങ്ങൾ ഉണ്ടല്ലോ. കിം ജോങ് ഉൻ വളരെ രഹസ്യമായി ആണവായുധങ്ങൾ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു ന്യൂക്ലിയർ പവറാണ്. അവരതേക്കുറിച്ച് വമ്പ് പറയുന്നു. പക്ഷേ ലോകം അത് അംഗീകരിച്ചിട്ടില്ല ഇതുവരെ. അവരും പറയുന്നില്ല തങ്ങൾ ആണവ ആയുധങ്ങൾ ഉണ്ട് എന്ന്, ആ രീതിയിൽ പറയുന്നതുമില്ല. തങ്ങൾക്ക് മിസൈലുകളുണ്ട്, തങ്ങൾ അതീവ വിനാശകാരികളായ ആയുധങ്ങൾ ലോകത്തിൻ്റെ എവിടെ, അമേരിക്കയുടെ മണ്ണിലേക്ക് വരെ എത്തിക്കാൻ കഴിയുന്ന, പസഫിക്കിന് കുറുകെ കടക്കാൻ കഴിയുന്ന ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ തങ്ങൾക്കുണ്ട്. അത് ചിലത് പരീക്ഷിച്ച് കാണിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കിം ജോങ് ഉന്നിനെ ചേർത്ത് പിടിക്കുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയും കിം ജോങ് ഉന്നിനോടൊപ്പമുള്ള ചിത്രം പങ്കുവയ്ക്കുകയും കിം ജോങ് ഉൻ എൻ്റെ നല്ല ചങ്ങാതിയാണ് എന്നും ഒക്കെ വീരവാദം പറയുന്ന ട്രംപിനെ നമ്മൾ കണ്ടു. അതുകൊണ്ട് താടിയുള്ള അപ്പനെ പേടിയുള്ളൂ എന്ന് പറയുന്നത് പോലെ ആണവായുധം കയ്യിലുള്ളവനെ ഒന്ന് ബഹുമാനിക്കും. അത് അമേരിക്ക ആണെങ്കിലും ഒന്ന് ബഹുമാനിക്കും. ഇറാന് ആണവായുധങ്ങൾ കൈവശം ഇല്ലാതെ പോയി. ഉണ്ടായിരുന്നു എങ്കിൽ ഇതാകുമായിരുന്നോ കളി എന്നതാണ് ഇവിടെ കാതലായ ചോദ്യം. അതുകൊണ്ട് ഇറാന് നേരെ, അത് ആണവായുധമില്ലാത്ത രാജ്യമായ ഇറാന് നേരെ അമേരിക്ക ആണവായുധം പ്രയോഗിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പരമാവധി രാജ്യങ്ങൾ ആണവമായി നീങ്ങും. അതുമാത്രമല്ല, എങ്ങനെയാവും ചൈനയും റഷ്യയും ഇന്ത്യയും പോലെയുള്ള രാജ്യങ്ങൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അറിയില്ല. ഇന്ത്യക്കും ആണവായുധങ്ങളുണ്ട്, പക്ഷേ അത് ആ രീതിയിൽ ആണവ ക്ലബിൽ നമ്മൾ ചേർന്നിട്ടില്ല. പക്ഷേ ഉണ്ട് എന്നത് കൃത്യമായി ക്രെഡിബിൾ ന്യൂക്ലിയർ ഡിറ്ററൻസ് എന്ന നോ ഫസ്റ്റ് യൂസ് ബേസ്ഡ് ഓൺ മിനിമം ക്രെഡിബിൾ ന്യൂക്ലിയർ ഡിറ്ററൻസ് എന്ന ആണവ തത്വം പോലും നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇഫക്റ്റീവ്ലി നമ്മളും ഒരു ഡിക്ലെയർഡ് പവറാണ് എന്ന് വേണമെങ്കിൽ പറയാം. പാകിസ്ഥാൻ ഇന്ത്യ പൊട്ടിച്ചതിന് പുറമെ, അതായത് പൊഖ്റാനിൽ ഇന്ത്യ സ്ഫോടനം നടത്തിയതിന് തൊട്ടു പിന്നാലെ ചഗായ് ഹിൽസിൽ പാകിസ്ഥാനും സ്ഫോടനം നടത്തി ആണവ സ്റ്റേറ്റസ് ലോകത്തിൻ്റെ മുന്നിൽ വിളിച്ചോതി. അപ്പം അങ്ങനെ 9 രാജ്യങ്ങളുണ്ട്. 10ാമത്തെ ആണവശക്തിയായി വരാൻ സാധ്യതയുള്ള ഇറാൻ്റെ ആണവ പദ്ധതിയെ പരമാവധി നശിപ്പിക്കുക, അല്ലെങ്കിൽ പിന്നാക്കം പായിക്കുക, അല്ലെങ്കിൽ അവസാനിപ്പിക്കുക. അതിനുവേണ്ടിയാണല്ലോ ട്രംപ് ഇറങ്ങിത്തിരിച്ചത്. അല്ലാതെ ഇറാൻ്റെ ജനതയെ കൊന്നൊടുക്കാൻ ആണവായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ജനതയെ കൊന്നൊടുക്കാനല്ലോ. പക്ഷേ ആണവ ഡിബേറ്റ് ഒരിക്കലും ഈ ഘട്ടത്തിൽ വരേണ്ടതല്ല. പക്ഷേ അമേരിക്ക പിന്നാക്കം പോകുന്നു എന്നതിൻ്റെ സൂചനയായി വേണം ഇതിനെ കാണാൻ. കൺവെൻഷണൽ വെപ്പൺസ് കൊണ്ട്, പരമ്പരാഗത ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് പരിമിതിയുണ്ട് എന്ന് അമേരിക്ക ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഉദ്ദേശിക്കുന്നിടത്തെല്ലാം എത്തി നിൽക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. എങ്കിൽ പിന്നെ വൺ ടൈം യൂസ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺ. ഇനി അതുകൂടെ നോക്കാം. ഇറാനെതിരെ ആണവായുധം പ്രയോഗിക്കുകയാണെങ്കിൽ എന്താവും സംഭവിക്കുക? ആ സിറ്റി വെണ്ണീറാകും, ഉറപ്പാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം ഇറാൻ എന്ന രാജ്യത്തിൻ്റെ കംപ്ലീറ്റ് സറണ്ടർ സാധിക്കുമോ? അറിയില്ല. കാരണം ജപ്പാനിൽ അത് സാധിച്ചു. ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ടപ്പോൾ പ്രതിരോധിച്ചു നിന്ന ജപ്പാൻ സേനകൾ ഏകപക്ഷീയമായി അൺകണ്ടീഷണലായി കീഴടങ്ങി. അതുപോലെ ഒന്ന് ഇറാനിൽ ഉണ്ടാകുമോ എന്നറിയില്ല. 1 2 ഇടത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ലോക മനസാക്ഷി ഏത് രൂപത്തിലാണ് ഇതിനെ കാണുന്നത്? അതോ പേടിച്ച് നിൽക്കുമോ? അമേരിക്ക ഭയപ്പെട്ട് എല്ലാവരും കൈകൂപ്പി നിൽക്കുമോ? അറിയില്ല. ഇതെല്ലാം ഹൈപ്പോത്തറ്റിക്കൽ കാര്യങ്ങളാണ്. ഇത് സംഭവിച്ച കാര്യങ്ങളല്ലല്ലോ. നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പോലും ഞാൻ കരുതുന്നില്ല. പക്ഷേ ഹൈപ്പോത്തറ്റിക്കലി ഇങ്ങനെയൊരു പരാമർശം വന്നപ്പോൾ ആ പരാമർശത്തെ നമ്മൾ യുക്തിസഹമായി വിലയിരുത്താനുള്ള ശ്രമം മാത്രമായിരുന്നു ഈ വീഡിയോ എന്നുകൂടി പ്രേക്ഷകർ ദയവായി കരുതുക. അല്ലാതെ ഇങ്ങനെ സംഭവിച്ചു എന്ന രീതിയിലല്ലല്ലോ സംസാരിക്കുന്നത്. സാമാന്യം ഭേദപ്പെട്ട യുക്തി ഇതിൽ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ആ യുക്തിയില്ല. അവർ പറഞ്ഞതിനകത്ത് യുക്തിയൊന്നുമില്ല. ആണവായുധങ്ങൾ അമേരിക്ക ഇറാന് നേരെ പ്രയോഗിക്കും എന്ന് കരുതാനാവില്ല. അങ്ങനെ പ്രയോഗിച്ചാൽ അമേരിക്കയുടെ ബലഹീനതയാവും അത് കാട്ടുന്നത്. കൺവെൻഷണൽ യുദ്ധം ജയിക്കാനാവാതെ വന്നതുകൊണ്ട് ആണവായുധം പ്രയോഗിച്ചു എന്ന പേരുദോഷം വരും. മറ്റ് ആണവശക്തികൾ ഇതൊരു അവസരമായി കാണും. കൂടുതൽ രാജ്യങ്ങൾ ആണവ മേഖലയിലേക്ക് വരും. ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ അട്ടിമറിക്കപ്പെടും. NPT സിഗ്നറ്ററീസായ രാജ്യങ്ങൾ, CTBT സിഗ്നറ്ററീസായ രാജ്യങ്ങൾ, ഇന്ത്യ അതിലൊന്നും ഒപ്പിട്ടിട്ടില്ല. കാരണം നമുക്ക് ആണവ ആയുധങ്ങൾ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയിലും കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റിയിലും ഒപ്പിട്ട രാജ്യങ്ങളും അത് ഏകപക്ഷീയമായി പിൻവലിച്ചിട്ട് ആണവ റേസിൽ ചേരാനുള്ള സാധ്യതയുണ്ട്. ലോകം മുഴുവൻ വിപത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് പാൻഡോറയുടെ പെട്ടി, ആണവായുധമെന്ന പൻഡോറയുടെ പെട്ടി അമേരിക്ക തുറക്കില്ല എന്ന് തന്നെ, അത് ഇറാനെതിരെയാണെങ്കിൽ പോലും തുറക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ നിഗമനം.